ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ശനിയാഴ്ച മികച്ച രീതിയിലുള്ള ഒരു തിരക്കാണ് വടക്കൻ വീരഗാഥയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് സിനിമ റിലീസ് ചെയ്തത്. 4Kയിൽ റീമാസ്റ്റർ ചെയ്ത് 35 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്ന വടക്കൻ വീരഗാഥ റിലീസ് ചെയ്തിരിക്കുന്നു. കൊമേഴ്ഷ്യലായിട്ടും ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളതും അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഒരു മലയാള സിനിമ ഏറ്റവും മികച്ചത് ഏത് എന്ന് ചോദിച്ചാൽ ആദ്യ രണ്ടെണ്ണത്തിൽ ഒന്നായിരിക്കും ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. മറ്റേ സിനിമ നമ്മൾ എല്ലാവരും ചേർന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇനിയും എന്നുള്ളതാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കാം. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയില്ല. സിനിമയുടെ ശനിയാഴ്ച മികച്ച ഗംഭീരമായിട്ടുള്ള ഒരു സാറ്റർഡേ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നു. മിക്ക സ്ഥലങ്ങളിലും റെഡ് അലേർട്ട് തന്നെയാണ്. സ്വാഭാവികം അല്ലെങ്കിൽ സാധാരണമായി നമുക്ക് കാണാൻ കഴിയുന്ന മമ്മൂട്ടി റീ റിലീസുകളുടെ നേരെ വിപരീതമാണ് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. സാധാരണ മമ്മൂട്ടി റീ റിലീസ് കഴിയുമ്പോൾ രണ്ടാം ദിവസം അല്ലെങ്കിൽ മൂന്നാം ദിവസം ഈ അടുത്തിടെ ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. 4Kയിൽ വന്നത് പലപ്പോഴും നമ്മൾ തിയേറ്ററുകളിൽ ആളില്ല, ഷോകൾ കുറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുന്നു. പക്ഷേ ഇവിടെ ഷോകൾ ഉണ്ട്. അതിനകത്തിൽ ഒട്ടുമിക്ക ഷോകളും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നൈറ്റ് ഷോസ് മിക്ക സ്ഥലങ്ങളിലും റെഡ് അലേർട്ടാണ്. എടുത്തു പറയേണ്ടത് കേരളത്തിന് പുറത്തും മികച്ച അഭിപ്രായത്തോടു കൂടി സിനിമ പോകുന്നു. ബാംഗ്ലൂരിൽ റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. 10ഓളം ഷോകളാണ് ബാംഗ്ലൂരിൽ സിനിമയ്ക്കുള്ളത്. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഈവനിങ്ങിൽ ഏറെ പങ്കും റെഡ് അലേർട്ട് തന്നെയാണ്. ബാക്കിയുള്ള സിനിമകൾ ഏകദേശം 60 to 70% ഫില്ലായിരിക്കുന്നു. ഇതൊരു റീ റിലീസ് ചിത്രം മാത്രമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ഒരു മമ്മൂട്ടി സിനിമയെന്നോ അങ്ങനെയുള്ള ചിന്തകളിലൊന്നുമല്ല പോകുന്നത്. വർഷങ്ങളായിട്ട് സിനിമകൾ കാണാതെ തിയേറ്ററുകളിൽ ഒരുപാട് കൊട്ടിഘോഷിക്കുന്ന നമ്മളുടെ പ്രമുഖരായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി ഇന്ന് പുതിയ ആളുകൾ വരെയുള്ള ആളുകളുടെ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പോകാത്ത, എന്തിന് ടി വിയിൽ വന്നാൽ പോലും ഓടിച്ച് ഒന്ന് കാണുന്ന ആളുകൾ ഇന്ന് ഈ സിനിമയ്ക്ക് കയറുന്നു എന്നുള്ളതാണ്. ഇതേപോലെ സമീപകാലത്ത് നമ്മൾ കണ്ടത് CBI എന്ന സിനിമയ്ക്ക് മാത്രമാണ് ആളുകൾ, അതായത് വർഷങ്ങളായിട്ട് സിനിമ കാണാതിരുന്നവർ സിനിമയ്ക്ക് പോകുന്ന ഒരു കാര്യം. അതായത് വലിയ രീതിയിൽ ആരാധകരെ അല്ലെങ്കിൽ കണ്ടവരെ എല്ലാവരെയും നിരാശപ്പെടുത്തിയ CBI 5ൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എടുത്തു പറയാം, ഈ ഒരു സിനിമ മമ്മൂട്ടി അഭിനയിച്ച, ഒപ്പം സുരേഷ് ഗോപിയും വമ്പൻ താരനിരയോടുകൂടി എത്തിയ, ഇൻഡസ്ട്രി ഹിറ്റടിച്ചത്, 1989 നാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയ, അതിലുപരി MTയുടെ തൂലികയിൽ പിറന്ന, ചരിത്രം തിരുത്തിക്കുറിച്ച സിനിമ എന്ന് തന്നെ പറയാം. അതേപോലെ ഹരൻ സാറിൻ്റെ സിനിമ. അങ്ങനെ നമുക്ക് ഇതിന് ഓരോരുത്തരുടെയും സിനിമകളായിട്ടാണ്. ഇന്ന് ജോമോൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ 35-40 വയസ്സിന് മുകളിൽ നിൽക്കുന്ന ജോമോൾ അന്ന് കൊച്ചു കുട്ടിയായിട്ട് ചെയ്ത് ഇന്ന് അത് കണ്ടിറങ്ങുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന കൗതുകം നമ്മൾ കണ്ടു. അവരോടൊപ്പം അഭിനയിച്ച പലർ, വിനീത് തുള്ളിച്ചാടി പറഞ്ഞ് ഈ ഒരു സിനിമ കാണുന്ന കാര്യം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ നമുക്ക് വടക്കൻ വീരഗാഥ ശനിയാഴ്ചത്തെ കളക്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തെ പ്രകടനം കാണുമ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ്. സിനിമയ്ക്ക് ആദ്യ ദിനവും മികച്ച പ്രതികരണം തന്നെയാണ്. അതായത് എല്ലാം കൊണ്ടും ഒരു പൂർണ്ണ സിനിമ എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, അഭിനയിച്ചവരെല്ലാം കംപ്ലീറ്റ് ആക്ടേഴ്സ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈവൻ ഇതിനകത്തിൽ ചെറിയ റോളുകൾ ചെയ്തിരിക്കുന്നവർ പോലും കംപ്ലീറ്റ് ആക്ടർ എന്ന് ജനങ്ങൾ വിലയിരുത്തിയ സിനിമ തന്നെയാണ്. കാരണം അത്രത്തോളം മികച്ച് നിൽക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ഓരോ വ്യക്തിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. നായകനും വില്ലനും എല്ലാം ആ റേഞ്ചിലേക്ക് പോകുന്നു. ഡയലോഗുകൾ, സ്ക്രിപ്റ്റ്, എന്തിന് പശ്ചാത്തല സംഗീതം, ഓരോ ക്യാമറയിലെ ഓരോ ആംഗിൾസ്, ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാം പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇവിടെ തമിഴ്നാട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. ഓവർസീസിലെ കാര്യങ്ങളും മികച്ചത് എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ കേൾക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള അപ്ഡേറ്റുകളും ഒന്നും വന്നിട്ടില്ല. എന്തായാലും സിനിമ ആദ്യ ദിനം മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. ഇതുവരെ ഒരു കളക്ഷൻ അപ്ഡേറ്റും സിനിമയ്ക്ക് വന്നിട്ടില്ല. പലരും പല കണക്കുകൾ പറയുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന കണക്കുകൾ 25 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ 50 ലക്ഷം വരെയൊക്കെ എത്താനുള്ള ചാൻസുകൾ കാണുന്നു. 1 കോടിയൊക്കെ അടിച്ചു എന്ന് പറയുന്നത് വെറും അതിശയോക്തി മാത്രമാണ്. കാരണം അത്രത്തോളം തിയേറ്ററുകളൊന്നും വന്നിട്ടില്ല. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ സന്തോഷം എന്ന് തന്നെ പറയാം. എന്താണ്, സാധാരണഗതിയിൽ മമ്മൂട്ടി ഫാൻസ് പറയുന്ന പോലെ അല്ലെങ്കിൽ അവർ നൽകുന്ന പിന്തുണ പോലെ അല്ല ഈ സിനിമയ്ക്ക് കണ്ടിരിക്കുന്നത്. ഇതിലേറിയ പങ്ക് നമുക്കറിയാം സാധാരണക്കാർ കാണുന്ന സിനിമയാണ്. കാരണം ഈ സിനിമയുടെ പ്രത്യേകതയും അതുതന്നെയാണ്. എല്ലാവർക്കും ഈ തൃപ്തി നൽകുന്ന ഒരു സിനിമ. കണ്ടിറങ്ങുമ്പോൾ ഞങ്ങൾ പുതിയ ഒരു സിനിമ കണ്ട്, 35 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സിനിമയാണെങ്കിലും ഞങ്ങൾക്ക് പുതിയൊരു സിനിമ കണ്ട് കിട്ടുന്ന ഫീല് എന്ന ജനങ്ങൾ പറയുന്ന സിനിമ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശനിയാഴ്ച വെള്ളിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ആയിരിക്കും. അതായത് തീർച്ചയായും ശനി ഞായറോട് കൂടി സിനിമ നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ എത്തിയിരിക്കും എന്നുറപ്പാണ്. എന്താണേലും പല കഥകൾ നമുക്ക് കേൾക്കാം. 1 കോടി എത്തിയതായിട്ടും അതുപോലെ തന്നെ 25-30 കോടി എന്നൊക്കെയുള്ളത് നമുക്ക് 30 ലക്ഷം രൂപ എന്നുള്ളതും ഒക്കെ കണക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആധികാരികമായി പറയുന്നില്ല. കാരണം ഒരു ട്രാക്കറോ അല്ലെങ്കിൽ ഒരു അണിയറ പ്രവർത്തകനോ ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇനി നമുക്ക് ട്രാക്കിങ്ങിലും കാര്യങ്ങളും ഒന്നും അത്ര വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പിന്നെയും പോകുന്നില്ല. എന്തായാലും എവിടെയെങ്കിലും അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മൾ വരും. എന്തായാലും
ശനിയാഴ്ച എത്തിയിരിക്കുന്നു. വെള്ളിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ശനിയാഴ്ച നേടുന്നത്. ശനിയാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഞായറാഴ്ച നേടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ബുക്കിംഗ് നല്ല ലെവലിൽ കാണാൻ കഴിയുന്നു. പല സ്ഥലങ്ങളിലും ഓറഞ്ച്, റെഡ് അലേർട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതെല്ലാം കാത്തിരിക്കാം. ബാംഗ്ലൂർ അത്ഭുതപ്പെടുത്തുകയാണ്. ബാംഗ്ലൂരിലും ചെന്നൈയിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് പോകുന്നു. അതിനകത്തിൽ ബാംഗ്ലൂർ നല്ല ലെവലിലുള്ള റെഡ് അലേർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10ഓളം ഷോകൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും അതിലേറിയ പങ്കും റെഡ് തന്നെയാണ്. നാളത്തെ ഷോകളും റെഡ് അലേർട്ടിലേക്ക് കുതിച്ചിരിക്കുന്നു. അതായത് നാളെ തീർച്ചയായും എല്ലാ ഷോകളും ബാംഗ്ലൂരിൽ റെഡ് എത്തും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. എന്താണ് 2ാം ദിവസം ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ വടക്കൻ വീരഗാഥ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. പിന്നെ മമ്മൂട്ടി ഫാൻസിനോട് പ്രത്യേകമായി പറയാനുള്ള കാര്യം, എന്നും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതിൻ്റെ കളക്ഷൻ നോക്കുകയോ അല്ലെങ്കിൽ ഈ സിനിമ നല്ലതാണെന്ന് പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായും നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് സാധാരണക്കാരും കുറേ ഫാൻസുകാരും നൽകുന്ന പിന്തുണ കാണുമ്പോൾ നമുക്കറിയാം ഈ സിനിമയായിരുന്നു ആദ്യം ഇറക്കേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമ ഇതായിരിക്കാം. എല്ലാവരും അത് ആണ് തെളിവുകൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായും ഇത് വലിയൊരു രീതിയിലേക്ക് പോകും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കാണുക കാണാതിരിക്കുക. അതിപ്പോൾ മമ്മൂട്ടി ഫാൻ ആവണമെന്നോ മമ്മൂട്ടി ഹേറ്റർ ആവണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഈ സിനിമയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചിത്രങ്ങളാണ്. എത്ര ഒളിഞ്ഞിരുന്ന് കൊഞ്ഞനം കുത്തിയാലും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ പ്രകടനം കാണുമ്പോൾ ഇന്നും ഇതേപോലെയുള്ള ഒരു സിനിമ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ നാച്ചുറാലിറ്റിയും അതിൻ്റെ പെർഫെക്ഷനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വേണമെങ്കിൽ ഒന്ന് വാദിച്ച് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു പോകാം. മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ, ചില സീനുകൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത്ര ഡയലോഗ് ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങൾ. അഭിനയം തുടങ്ങി വെറും 9ാം വർഷമാണ് മമ്മൂട്ടി ഈ സിനിമ ചെയ്യുന്നത്. ഇന്ന് 45 വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന മമ്മൂട്ടി പറയുന്ന കാര്യങ്ങളാണ്. അത്രത്തോളം എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നാണ് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഡയലോഗിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളും പല വീഡിയോസിൽ കേട്ടതാണ്. അപ്പം എന്താണേലും വടക്കൻ വീരഗാഥ ഇങ്ങനെ ആളിപ്പടരുകയാണ്. ശനിയാഴ്ച അതിഗംഭീരമായി കുതിക്കുന്നു. ഒരു ഹിസ്റ്ററി തീർത്തുകൊണ്ട് തന്നെ പോകുന്നു. കളക്ഷൻ കുതിച്ചുയരുന്നു. ഒപ്പം അഭിപ്രായവും. നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടത് എന്നുള്ള ഈ ഒരു അവസരത്തിൽ കണ്ടത്? ഒരുപക്ഷെ എല്ലാവരും TV-യിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള മീഡിയാസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ 4K അറ്റ്മോസ്ഫിയർ നല്ല ക്വാളിറ്റിയോട് വന്നിരിക്കുന്ന ഈ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. കണ്ടവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ആദ്യമായി കാണുന്നവർ പോലുമുണ്ട് യൂത്തിൽ, നമുക്കറിയാം. എന്നിരുന്നാലും ഇതിൻ്റെ ഏറിയ പങ്കും എല്ലാവർക്കും അറിയാം. ഡയലോഗുകൾ പലർക്കും കാണാപ്പാടമാണ്. പലരും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഡയലോഗാണ്. അതിൽ ഏറ്റവും വലുത് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നുള്ള ആ ഒരു ഡയലോഗ് തന്നെയാണ്. പിന്നെ അങ്ങനെ തുടങ്ങുന്ന ഡയലോഗുകൾ എന്താണേലും സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിലും പുരുഷ കഥാപാത്രങ്ങളാണെങ്കിലും ഏറ്റവും മികച്ച രീതിയിലുള്ള പെർഫോമൻസ്, നാച്ചുറാലിറ്റിയും എല്ലാം കൊണ്ടും സമ്പന്നമായ ഈ ഒരു സിനിമ 4Kയിൽ വരുമ്പോൾ അത് നമുക്കൊരു സന്തോഷകരമായ അനുഭവമാണ്. അപ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റിന് വേണ്ടി, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ കമൻസുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.